أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله. ഉള്ളിയാകുറിശി മദ്രസ അതിൻ്റെ തിരുമുറ്റത്ത് അതിൻ്റെ ക്ലാസ് റൂമുകളിലൂടെ ചെറിയ കുട്ടികളായി കളിച്ച് പഠിച്ച് വളർന്ന ആ ചരിത്രം ഒന്ന് അയവിറക്കാനും അതിനൊന്ന് ഓർമ്മിച്ചെടുക്കാനും കൂടെ പഠിച്ച ആളുകളെ കാണുവാനൊക്കെ വേണ്ടിയാണ് ഇതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് ഈ ഒന്നാമത് ഈ മുള്ളിയാകുറിശി ഞാനിപ്പോ ഏതാണ്ട് ഇവിടെ അസിസ്റ്റന്റ് കാന്തി എന്ന ചുമതലയിൽ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം ആവാറായി. സ്വാഭാവികമായിട്ട് ഞാൻ മുള്ളിയാകുറിശിയിൽ പലപ്പോഴും വരും, നമ്മുടെ ആളുകളൊക്കെ കാണും. അപ്പൊ പലയിടത്ത് പോവുകയും ആളുകളൊക്കെ കാണുകയും ചെയ്യുമ്പോൾ മുള്ളിയാകുറിശിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് എനിക്കുള്ള അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകമായ പോസിറ്റീവ് വൈബ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടും. ഒന്നാമത്തെ കാര്യം നിഷ്കളങ്കമായ സ്നേഹമാണ്. എന്തിനാ ഈ ആളുകൾ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ ആരാ? പക്ഷെ വല്ലാത്തൊരു സ്നേഹവും ഒരു പരിഗണനയും മനുഷ്യന്മാർ തരും. നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് അൽ-മദ്രസത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, എത്ര വർഷം? 50 വർഷം കണ്ടായി എന്നാണ് പറയുക അല്ലേ? എത്രയോ 54 വർഷം. അന്ന് മുതൽ പ്രശസ്തമായ രൂപത്തിൽ നടക്കുന്ന സ്ഥാപനമാണ്. ഇന്നും അതെ ഞാൻ പറയാനുള്ള കാരണം, ഇപ്പോൾ അവിടെ മിഴിയാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു മജ്ലിസിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. മജ്ലിസിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തി മുള്ളിയാകുറിശി മദ്രസയെ കുറിച്ച് തന്ന റിപ്പോർട്ട് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്താണ്, ഉയർന്ന നിലവാരത്തിലാണ് നമ്മുടെ മദ്രസ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അതിന്റെ പ്രധാന അധ്യാപകരും അതിന്റെ സംഘാടകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്കും വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കയ്യടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, പടപ്പുകളോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. പടപ്പുകളോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ, നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമയും കടപ്പാടും കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് നമ്മുടെ മാതാപിതാക്കളോടാണ്. ഒറ്റ ചോദ്യം ചോദിക്കാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണ്? എങ്ങനെയാണ് അവർക്ക് തൃപ്തി വരിക? എങ്ങനെയാണ് അവർക്ക് സന്തോഷം വരിക? എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ സംതൃപ്തിയോടുകൂടി റബ്ബിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അവരെ സ്നേഹിച്ച്, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്, അവരെ സംരക്ഷിച്ച്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് തൃപ്തനാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് ദേഷ്യത്തിലും കോപത്തിലുമാണോ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് ദേഷ്യത്തിലും കോപത്തിലുമാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടൂല. അപ്പൊ ഞാൻ ഇത്ര വിശദമായിട്ട് പറയല്ലോ. നമ്മുടെ കടമയും കടപ്പാടും അല്ലേ? മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമയും കടപ്പാടും. പടപ്പുകളോട്, പടച്ചവനോട് മാത്രം ആരാധന ഉണ്ട്, നിസ്കാരമുണ്ട്, കാര്യമുണ്ട്. പക്ഷെ പടപ്പുകളോടുള്ള കടമ നിർവഹിച്ചില്ല എങ്കിൽ നമ്മുടെ ദീൻ പൂർണ്ണമാകുന്നില്ല, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി
പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഈ മദ്രസ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്വാതന്ത്ര്യ രൂപീകരണവും കമ്മിറ്റി ആലോചനകളും ഒക്കെ നടന്നപ്പോൾ ഇത് സജീവമായി ചർച്ച ചെയ്തു വന്നൊരു കാര്യം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടാക്കണം, അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടണം, അവരെ ഒന്ന് ആദരിക്കണം. ഏതായാലും ഈ യോഗത്തിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടെ കൂടിയ വനിതകൾക്കാണ്.